ഹരിതേ, നീ എന്തൊക്കെ ഭ്രാന്ത വിളിച്ചു പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, ഈ നിൽക്കുന്ന സ്ത്രീക്കാ. കൊന്നൊടുക്കാനുള്ള ഭ്രാന്ത്. നന്ദിനേച്ചി ഒരു നാത്തോനെ പോലെയല്ല, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കണ്ടിരുന്നത്. അതൊക്കെ കളഞ്ഞേക്ക് ഹരിതേ. എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ആത്മാർത്ഥതയുള്ളതാണെന്ന് വിശ്വസിച്ച ഞാനാ മണ്ടി. ഒരു പ്രാവശ്യം എന്നോട് കാണിച്ച നെറുകേടെല്ലാം മറന്ന് പുതിയൊരാളായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. എന്നോട് ഇത്ര പക കാണിക്കാൻ ഞാൻ വന്ദനേച്ചിയോട് എന്ത് തെറ്റാ മനോജ ചെയ്ത്? മുമ്പ് എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചപ്പോ അത് വന്ദനേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറയാം. ഇപ്പൊ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. വന്ദനേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നില്ലേ? എല്ലാം മറന്നേക്ക് ഹരിതേ. മറവി. മനുഷ്യര് തന്നെ മുറിവാകുമ്പോ മറവി തന്നെയാ ഏറ്റവും നല്ല മരുന്ന്. ചിലപ്പോ നിന്റെ ചേട്ടൻ ജഗനോടുള്ള പക കൊണ്ടാണെങ്കിലോ നിന്നോട് ഇങ്ങനെ കാണിച്ചത്. കൊള്ളാം. വന്ദനേച്ചി വീണപ്പോ എവിടെയോ നിന്ന് ജഗജ്ജേട്ടൻ ഓടി വന്ന് വിശേഷം തിരക്കാത്തതാണോ അത്ര വലിയ തെറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയാൻ നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ലല്ലോ. നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണ്ടേ? അടുക്കാൻ ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട, പക്ഷെ അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ നികത്തി മനസ്സിനെ പാകപ്പെടുത്തേണ്ടി വരും. ഹരിതേ, വന്ദനേച്ചിയും നിന്റെ ജഗൻചേട്ടനും തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഇപ്പൊ വന്ദനേച്ചി ഇത്രത്തോളം വെറുപ്പ് കാണിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ആലോചിച്ച് നോക്കിയിട്ട് അതിനൊറ്റ കാരണേ കാണുന്നുള്ളൂ. അത് എന്റെ ഏട്ടനും വന്ദനേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായ ജഗൻചേട്ടൻ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോട് സ്നേഹ കൂടുതൽ കാണിക്കുമെന്നുള്ള ഭയമായിരിക്കും. പതിയെ പതിയെ ദീമോള് ഏട്ടനൊരു ഭാരം ആയാലോ എന്നുള്ള വിചാരമാണെങ്കിലോ? അതായിക്കോട്ടെ, അതിന് നിന്നോട് ക്രൂരത കാണിക്കുന്ന എന്തിനാ? ഇനി ചിലപ്പോ പ്രകാശേട്ടൻ പറഞ്ഞതായിരിക്കോ കാരണം? അതെന്താ പ്രകാശേട്ടൻ പറഞ്ഞത്? നിന്റെ വീട്ടില് 3-4 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ടല്ലോ, അതിന് നിലവിലെ അവകാശികളായിട്ട് ആരുമില്ല. നിന്റെ ജിതേന്ദ്രൻ ചേട്ടന് ഇതുവരെ കുട്ടികളുമായിട്ടില്ല. ഇപ്പൊ ഒരു കുട്ടിയുള്ളത് നിന്റെ വയറ്റില. അതും കൂടി നശിച്ച ആ സ്വത്തിന് ഒരേ ഒരു അവകാശിയെ കാണത്തുള്ളൂ. ജഗൻ ചേട്ടന്റെ രക്തത്തിൽ വന്ദനേച്ചിയുടെ വയറ്റി പിറക്കാൻ പോകുന്ന കുഞ്ഞ്. എന്താ അങ്ങനെ ആയിക്കൂടെ? ആ ചിന്ത എനിക്ക് പോയില്ല. പക്ഷെ നിന്റെ വന്ദനേച്ചിക്ക് പണത്തിനോടും സ്വർണത്തോടും ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ ആ രാജീവ് മേനോന്റെ സമ്പത്ത് മുഴുവൻ കിട്ടുമായിരുന്നല്ലോ. അന്ന് തോന്നാത്ത ആർത്തി ഇന്ന് വരുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് അങ്ങോട്ട് കഴിയുന്നില്ല. സുചിത്രേ, ഡോക്ടറെ കാണാൻ പോയിട്ട് കുറെ നേരമായല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാനിപ്പ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. മനോജ് ഫോൺ കട്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനും വിളിച്ചിരുന്നു, ഫോൺ കിട്ടുന്നില്ല. ഹരിതേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയോ? എന്ത് ചതി? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെയുള്ള ഈ അഭിനയം ഉണ്ടല്ലോ, സമ്മതിക്കണം. ഹരിതേ, നീ എന്തൊക്കെ ഭ്രാന്ത വിളിച്ചു പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, ഈ നിൽക്കുന്ന സ്ത്രീക്കാ. കൊന്നൊടുക്കാനുള്ള ഭ്രാന്ത്. ഹരിതേ, നിന്റെ ഭർത്താവിനെ പോലെ നീയും തുടങ്ങിയോ? ഞാൻ പറയാൻ കാര്യങ്ങള്
ഇത്രയും നാൾ ഇവര് ഗർഭചികിത്സ എന്ന് പറഞ്ഞ ഹരിതയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് യഥാർത്ഥ മരുന്നുകളല്ല, വിഷമാ. സ്ലോ പോയിസൺ. പയ്യെ പയ്യെ ജീവൻ എടുക്കുന്ന വിഷം. അമ്മ ഇവരെന്തൊക്കെ പറയുന്ന? ഞാൻ ഹരിതേ. മതി പൂങ്കണ്ണീരൊക്കെ. ഹരിത എന്നെ തെന്നി വീണപ്പോ സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കൂടെ പറഞ്ഞ വന്ദനേച്ചോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ ഉരുകി ഉരുകി നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇവരെന്റെ കുഞ്ഞിനെ. നിർത്ത. എന്റെ മോള് നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ മരുന്ന് കൊടുത്തെന്നോ? അവള് തന്ന മരുന്നുകളൊക്കെ മാധവേട്ടന്റെ അമ്മ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആയുർവേദ കൂട്ടുകളാ. ആ മരുന്ന് കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്നും എന്റെ മാധവേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കില്ലായിരുന്നു. ഞാൻ പ്രസവിച്ച 5 മക്കൾക്കും ഇതേ ചികിത്സയും ഇതേ ആയുർവേദ കൂട്ടുകളാ തന്നിരുന്നത്. ഞാൻ ഗോകുലിനെ പ്രസവിച്ചപ്പോഴും ഇതേ മരുന്നുകൾ തന്നെയായിരുന്നു. ഇപ്പൊ അതൊക്കെ വിഷമാണെന്ന് പറഞ്ഞാ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനോജ്, ഇനി ആരെയും കഷ്ടപ്പെട്ട് വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഡോക്ടർ പറയുന്നൊന്നും അല്ല ശരി. നിന്റെ വന്ദനേച്ചിയുടെ വാക്ക് അവസാനത്തേത്. എനിക്കൊന്നും കേൾക്കണ്ട. മനോജെ, നിന്റെ സ്വന്തം സഹോദരി നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞാ നീ അതങ്ങ് വിശ്വസിക്കും അല്ലേ? അച്ഛാ, ഇത് പറഞ്ഞത് ജോത്സ്യനല്ല, ഡോക്ടറാ. അപ്പൊ ഡോക്ടർ പറഞ്ഞാ നീ നിന്റെ സ്വന്തം അച്ഛനെയും അവിശ്വസിക്കും അല്ലേ? അച്ഛാ, എടാ, സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും സ്നേഹം മനസ്സിലാക്കാത്ത ഒരുത്തനും ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം അനുഭവിച്ചിട്ടില്ല. എന്റെ മോള് ഗർഭിണിയായിരുന്നിട്ടും നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ മുറതെറ്റാതെ നോക്കിയവളാ. അവളെ നീ ആക്ഷേപിച്ചാലുണ്ടല്ലോ, ഈ മാധവന്റെ മറ്റൊരു മുഖം നീ കാണും. അച്ഛാ വേണ്ട. വിഷമിക്കല്ലേ. ഹരിതേ, ഞാൻ നിന്നെ സ്വന്തം അനിയത്തി പോലെ കണ്ടിട്ടുള്ളൂ. മനോജിന്റെ ഭാര്യയായിട്ട് നീ ഇവിടെ വന്ന് കേറിയ നാളെ മുതല് അങ്ങനെ തോന്നിയിട്ടുള്ളത്. വർഷയും ഹരിതയും ഇന്ന് വരെ ഞാൻ രണ്ടായി കണ്ടിട്ടില്ല. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വീഴുന്നത് മുതല് അവളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മോഹം ഒരു കുഞ്ഞ്. എല്ലാരെയും പോലെ ഞാനും അത് ആഗ്രഹിച്ചത് തെറ്റാണോ? മോളെ, വർഷയുടെ കുഞ്ഞായിരുന്നെങ്കിൽ വന്ദനേച്ചി ഇത് ചെയ്യുമായിരുന്നോ?